Okay. So, Muhammad, are you traveling? No. Traveling ആണല്ലോ പിന്നെ എന്താ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നേ? ശരി, sit properly. Stop talking. Okay. How to make compost pit? നമ്മുടെ വീട്ടിൽ കമ്പോസ്റ്റ് പിറ്റ് ഒക്കെ ഉണ്ടാക്കാം. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ എന്തൊക്കെയാ സാധനങ്ങൾ ആവശ്യം എന്ന് വെച്ചാൽ what all the waste materials are there at home can be used means നിങ്ങളുടെ വീട്ടിലുള്ള വെജിറ്റബിൾസിന്റെ ripe to vegetables, fruits, food waste, then tea leaves. Even after making tea, that tea dust is there, no? After filtering the tea dust will be there, isn't it? Even that we can use. ആരാ ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്തയാള്? ഇടയ്ക്ക് ഇനി ആരും അൺമ്യൂട്ട് ചെയ്യണ്ട കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് സംസാരിക്കണ്ട, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള പിന്നെ ടീ ലീവ്സ്, ചായ അനത്തിയതിനു ശേഷം അത് അരിച്ചെടുക്കുമ്പോൾ ചായയുടെ മട്ട അല്ലെങ്കിൽ ആ വേസ്റ്റ് ഇല്ലേ അത്, പിന്നെ നമ്മുടെ ഓവർ റൈപ്പ് ഫ്രൂട്ട്സ് ദാറ്റ് വി കനോട്ട് ഈറ്റ്, ചീഞ്ഞു പോയ അല്ലെങ്കിൽ കേടായിട്ടുള്ള പഴങ്ങള്, പച്ചക്കറികള്, പിന്നെന്താ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഉള്ളിയുടെ വേസ്റ്റ്, അങ്ങനെ തൊലികളില്ല, പച്ചക്കറികൾ അരിയുമ്പോൾ കിട്ടുന്ന തൊലി, വഴുതനങ്ങ, വെണ്ട, അല്ല സോറി, കട്ട് ചെയ്യുമ്പോൾ അതിന്റെ വേസ്റ്റ് വരുന്നില്ലേ, അങ്ങനെയുള്ളതെല്ലാം. ആൻഡ് റോട്ടൻ ഓർ സ്പോയിൽഡ് ഫുഡ്, വേസ്റ്റ് പേപ്പർ ആൻഡ് എഗ്ഷെൽസ്, മുട്ടയൊക്കെ തിന്നിട്ട് മുട്ടയുടെ തൊണ്ട്, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. Take the help of an adult to dig a pit 0.5 meter wide and 1 meter deep in your garden or near your house. Okay. You have to ask the help of the elders at home, adult. വീട്ടിലെ മുതിർന്നവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു കുഴി ഉണ്ടാക്കണം. ഒന്നെങ്കിൽ നമ്മുടെ അടുക്കളയുടെ ആ ഭാഗത്ത് വീട്ടിനടുത്തോ അല്ലെങ്കിൽ കുറച്ച് മാറിയിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കുഴി, ദാറ്റ് 0.5 meter ഡീപ്പ്, ഏകദേശം 1/2 meter കുഴി ഉണ്ടായിരിക്കണം, താഴ്ച ഉണ്ടായിരിക്കണം. ആൻഡ് അല്ല സോറി 0.5 meter വൈഡ്, വീതി ഉണ്ടായിരിക്കണം. ആൻഡ് 1 meter ഡീപ്പ്, 1 meter താഴ്ചയും 1/2 meter വീതിയും ഉള്ള ഒരു കുഴി. ഈ പിക്ചർ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ആൻഡ് line it with a straw or dried leaves and grass clippings. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കുറച്ച് സ്ട്രോ ഓർ കച്ചി എന്ന് പറഞ്ഞാൽ അറിയാവോ, ഈ പാടിയുടെ നെല്ലിന്റെ ഒക്കെ വേസ്റ്റില് വൈക്കോലോ അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ലോ ഇലയോ ചപ്പോ ചവറോ ഒക്കെ അതിനകത്ത് ഇടുക, ഈ കുഴിക്കകത്ത്. പ്ലീസ് ഡോണ്ട് അൺമ്യൂട്ട്. Okay. Next, in that pit you have to put dry grass or leaves or straw, something like that. എന്തെങ്കിലും ചപ്പ് ചവറുകളൊക്കെ ഇടുക. Dump the garbage and cover it with straw. എന്നിട്ട് അതിൽ നമ്മുടെ ഗാർബേജ്, നമ്മുടെ വേസ്റ്റ് ഒക്കെ ഇല്ലേ, ഈ പറഞ്ഞ പച്ചക്കറിയുടെയും എല്ലാത്തിന്റെയും വേസ്റ്റ് കൂട്ടിട്ടുണ്ടായിട്ട് and cover it with a straw. അതിന്റെ മേളിൽ കച്ചിയോ ചപ്പോ ഇട്ടിട്ട് മൂടുക. Then leaves grass and soil. Then we have to add some soil also. ആ കുഴിക്കകത്ത് ഇപ്പൊ മനസ്സിലായി എന്ന് വെച്ചാല്, ഫസ്റ്റ് നമ്മൾ കുഴി എടുക്കുക, ഒരു 1/2 meter വീതിയും 1 meter ആഴവുമുള്ള കുഴി എടുത്തിട്ട് അതിനകത്ത് ആദ്യം കുറച്ച് ചപ്പ് ചവറുകളെല്ലാം ഇടുക. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിന് മുറ്റത്തോട്ടം കഴിഞ്ഞതിന് ഇഷ്ടം പോലെ ചപ്പ് ചവറുകളുണ്ട്. ആൻഡ് അതെല്ലാം എടുത്തിട്ട് കുഴിക്കകത്തിടുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റും ഒക്കെ കൂടെ അതിനകത്തേക്ക് ഇടുക. അതായത് പച്ചക്കറിയുടെയും പിന്നെ പഴങ്ങളുടെയും ആഹാരാവശിഷ്ടങ്ങളുടെയും ഒക്കെ എന്തൊക്കെ വേസ്റ്റുകൾ അതിനകത്തുണ്ടോ, അത് നമ്മുടെ വീട്ടിലുണ്ടോ, അതെല്ലാം കൂടെ അതിനകത്ത് ഇടുക. എഗെയിൻ കുറച്ച് ചപ്പ് ചവറുകളെല്ലാം കൂടി ഇട്ടിട്ട്, ഉണങ്ങിയ ഇലകൾ മതി, കരിയില മതി, ഇനി പച്ചച്ചപ്പാണേലും കുഴപ്പമില്ല, ഇട്ടിട്ട് കുറച്ച് മണ്ണൂടി ഇട്ട് കുഴി മൂടുക. Then water the dump once or twice a week to keep it wet. ഇനി ഒരു അത്രയും ചെയ്ത് ഞാൻ പണി കഴിഞ്ഞു. ഇനി വീക്കിലി once or twice you have to water the dump. ആ കുഴി നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുത്തോണ്ടിരിക്കണം. എന്തിനായിരിക്കും നനയ്ക്കാൻ പറയുന്നതെന്ന് അറിയാമോ? Do you know why to water that? Because leaves are there, isn't it? Leaves or grass or something and all will be there. If we pour water, soon it will decompose. നമ്മൾ വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് നനച്ചു കൊടുത്തുകൊണ്ടിരുന്നാല് പെട്ടെന്ന് അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ സാധ്യതയുണ്ട്. ഉണങ്ങി ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് അത് it will be decomposed. Then water the dump once or twice a week to keep it wet. Turn the mixture over every 15 days to give it air.
ഇനി ഒരു ഇതും കൂടി ചെയ്യണം. നമ്മള് ഇടയ്ക്ക് നമ്മൾ എടുത്തിട്ട മണ്ണായതുകൊണ്ട് ഇളകി കിടക്കുന്നുണ്ട്, ഈസിലി നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. ഇടയ്ക്ക് ആ മണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് മറിച്ചിടുക. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. പക്ഷെ കുഴിയെടുക്കല് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു ടു ഡിഗ് എ പിറ്റ്. ഒരു പിറ്റ് കുഴിയെടുക്കല് ബുദ്ധിമുട്ടാണ്. തൂമ്പയൊക്കെ എടുത്ത് കളക്കണം. അതിനുള്ള സ്റ്റാമിന നിങ്ങൾക്ക് ഇല്ലോ. നിങ്ങൾക്ക് വലിയ വർത്താനം പറയാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഓക്കെ. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് ആൻ അഡൽട്ട്. And after that you can do all the work because the waste is there. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റ് എടുത്തുകൊണ്ട് പോയി ഇതിനകത്ത് കുറച്ച് ചപ്പി ചവറൊക്കെ വാരിക്ക് അല്ലാണ്ട് വാരി കുഴിയിലോട്ട് ആദ്യം ഇടാൻ പറ്റും. അതിനുശേഷം വേസ്റ്റ് ഇടുക, പിന്നെ കുറച്ച് ചപ്പിടുക, ചപ്പിട്ടിട്ട് മൂടുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. വെള്ളം ഒഴിച്ചുകൊടുക്കുമ്പോൾ മണ്ണ് നനഞ്ഞായിരിക്കും. സോ ഇറ്റ് വിൽ ഡീകമ്പോസ് ഫാസ്റ്റ്ലി. Then once in a while you just മിക്സ് ഇറ്റ്. അതൊന്ന് ഇളക്കി ഇടാം. അപ്പൊ എന്തിനാന്ന് വെച്ചാല് ഇളക്കുമ്പോൾ അനങ്ങാതെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഇളകും, കുറച്ചുകൂടെ മണ്ണിലേക്ക് എല്ലാം കൂടെ മിക്സ് ആകും. Turn the mixture over every 15 days to give it air. In about 4 months time, the compost made in this pit can be used in a garden or for potted plants. Okay, you should continue this till 4 months. ഒരു 4 മാസമൊക്കെ ആകുമ്പോഴത്തേനും. അപ്പൊ ഡെയിലി നമുക്കുള്ള വേസ്റ്റ് ഒക്കെ നമുക്ക് ഈ മണ്ണിൽ കൊണ്ടുപോയിട്ട് ചെറിയൊരു കുഴി എടുത്താൽ മണ്ണിനകത്തോട്ട് ഇടാം കേട്ടാ. വീട്ടിലെ ഡെയിലി ഡേ ബൈ ഡേ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ കൊണ്ട് ഈ മണ്ണിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. മണ്ണ് മൊത്തം മിക്സ് ആക്കുന്നില്ലേ? അങ്ങനെ ആകുമ്പോഴത്തേനും മൊത്തം മിക്സ് ആയിക്കോളും. സോ അബൌട്ട് 4 months ദിസ് ഇറ്റ് വിൽ ബിക്കം നൈസ് മാനുവർ. നല്ലൊരു വളമായിട്ട് മാറും. പിന്നെ നമ്മുടെ വീട്ടിൽ എന്താ പറയണ്ട, മണ്ണിരയൊക്കെ ഉണ്ടെന്നൊരു മണ്ണിരേനെ കൂടെ പിടിച്ച് അതിനകത്തോട്ട് ഇടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫാർ ബെറ്റർ. വളരെ നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് നല്ല വളമാണ് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കടയിൽ പോയിട്ട് വളമൊന്നും വാങ്ങിച്ചോണ്ട് വരണം. ഇറ്റ് ഈസ് നോട്ട് എ കെമിക്കൽ മാനുവർ. കെമിക്കലി ഉണ്ടാകുന്നതല്ല, നമ്മുടെ ജൈവവളം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ലതായിരിക്കും. എന്തിനാ ഫോണെ പണിയുന്ന ജോസിപ്പണ്ണെ? ഞാനിവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാ. ഡോണ്ട് ടച്ച് ദ ഫോൺ. ഓക്കെ. സോ ഹൗ ടു മേക്ക് എ കമ്പോസ്റ്റ് പിറ്റ്? കമ്പോസ്റ്റ് പിറ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാവോ? മനസ്സിലായാ? ഹന്ന റോസ്, ക്യാൻ യു വൺസ് എക്സ്പ്ലെയിൻ? മിസ്, ആദ്യം നമ്മളൊരു കുഴി എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ എന്താ ഇലയും നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ളതെല്ലാം ഇടുക. എന്നിട്ട് നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അത് മൂടണം. നമ്മള് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ആഴ്ച 2 ദിവസമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. മൊത്തം നനയ്ക്കണം, മണ്ണൊക്കെ ഒന്ന് നനഞ്ഞു കിടക്കാൻ വേണ്ടി. ഓക്കെ. ആ വെള്ളം അങ്ങോട്ട് അടിയിലോട്ട് ഇറങ്ങിക്കോളൂല്ലോ, അപ്പൊ അടി കിടക്കുന്ന വസ്തുക്കളൊക്കെ ചീഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോ നമ്മൾ അതൊന്ന് ഇളക്കി നോക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ ഒരു 3-4 മന്തൊക്കെ ആകുമ്പോ നമുക്ക് നല്ല വളം കിട്ടുമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കുഴി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ മണ്ണ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് വേസ്റ്റ് മാത്രം പോരാ, ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ ആഡ് ഇറ്റ്. ഓക്കെ. സോ ദിസ് യു ക്യാൻ ഡു അറ്റ് ഹോം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, സാനിറ്ററി ലാൻഡ് ഫില്ല്. Sanitary landfill is a new concept of managing solid waste. Low-lying areas are chosen or deep ditches are dug in the ground to make a landfill site. The garbage is sorted out, compressed, and spread in layers inside it. When full, the landfill is covered by soil to prevent bad smell and insect menace. Some points are kept in mind while designing a landfill. അതായത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ.
1 second, അത് ശരിയായില്ല. Let me see whether it will be opened and you can see or not. He can mix his chemicals that go through the odor system so it meets what odors we have. Different odors require different chemicals. This system attaches to the odor molecules and completely destroys them. So talk to me a little bit about some of the on-site recycling programs. We have two major ones here. Big City Crushed Concrete takes construction concrete and processes it into a usable product. Living Earth is the same way. They take tree branches, yard waste and things like that. They mulch it up. Keeps about 230,000 tons a year out of the landfill. So Bob, we're over on the eastern edge of the landfill and we're looking at kind of a nice, smoothly groomed area. What are we looking at here? We're looking at the final cap here. So now I'm here with Dave Hildreth, the Division Manager for Republic Services. This is a busy landfill, so we do close to 4,000 tons a day. There might be 700 to 800 trucks here during a day. So traffic is a big concern to us and getting people in and out safely. We spend a lot of our time in preparation for weather changes and do we have all of our... Okay. This is actually in plain area or lowland. കുന്നിന്റെ താഴ്വാരങ്ങളിൽ കുന്നിൽ പറ്റത്തില്ല, പ്ലെയിൻ ആയിട്ടുള്ള നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സാനിറ്ററി ലാൻഡ്ഫിൽ ഈസ് എ ന്യൂ കോൺസെപ്റ്റ് ഓഫ് മാനേജിങ് സോളിഡ് വേസ്റ്റുകൾ, അതായത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരത്തില്ലാത്ത സോളിഡ് വേസ്റ്റുകള് in low lying areas are chosen to deep ditches are dug in the ground to make a landfill site. അതായത് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങൾ, ഒരുപാട് കുഴിഞ്ഞ് താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളില്ലേ, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള അങ്ങനെ ലോ ലാൻഡിൽ എന്ത് ചെയ്യുന്ന വലിയ കുഴി എടുക്കും, ഭയങ്കര വലിയ കുഴി. എന്നിട്ട് ആ കുഴിയിലേക്ക് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലുള്ള വേസ്റ്റുകൾ, അതായത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരാത്ത രീതിയിലുള്ള വേസ്റ്റുകളൊക്കെ ഇല്ലേ, ഇപ്പൊ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചതിന്റെ വേസ്റ്റ് ഒക്കെ ആണല്ലോ ഇപ്പൊ കൊണ്ടുവരുന്നത്, പ്ലാസ്റ്റിക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇതെല്ലാം കൊണ്ടുവന്ന് ഈ കുഴിയില് ഫില്ല് ചെയ്യും. അതിനുശേഷം മേൽഭാഗം മണ്ണിട്ട് മൂടും, കുറച്ച് ആഴത്തിലേക്ക് മണ്ണിട്ട് മൂടും. മനസ്സിലായോ? അതായത് കുഴി കംപ്ലീറ്റ് ആകുന്നില്ല, കുഴിക്ക് മേളിലോട്ട് പിന്നെ നല്ല മണ്ണിട്ട് മൂടും. അപ്പം ഈ വേസ്റ്റ് ഒക്കെ എവിടെ കിടപ്പുണ്ട്? മണ്ണിന്റെ കുറച്ച് ആഴത്തിലേക്ക് എന്താ ഉള്ളത്? കംപ്ലീറ്റ്ലി ഇതിന് സോളിഡ് വേസ്റ്റ് ആണ്, സോളിഡ് വേസ്റ്റ്, ബട്ട് വി കനോട്ട് സീ, നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. Okay, sanitary landfill is a new concept of managing solid waste. Low-lying areas are chosen or deep ditches are dug in the ground to make a landfill site. The garbage is sorted out. Garbage എന്നിട്ട് ആദ്യം എന്ത് ചെയ്ത് സോർട്ട് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആക്കും. Compressed and spread in layers inside it. Last year I saw a video. ആ വീഡിയോ എന്തായിരുന്നു വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഫ്ലഡ് ഒക്കെ നടന്ന സമയത്ത് ആണെന്ന് അറിയത്തില്ല, കുറേ ബോട്ടിൽസ് കിട്ടി. അതായത് ബിയർ ബോട്ടിൽസ് ഇല്ലേ, ചില്ലുകുപ്പികള്, അങ്ങനത്തെ കുറേ കുപ്പികളിട്ട് സോർട്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, ഈ JCB പോലെയുള്ള റോളറില്ലേ, നമ്മുടെ എന്താ പറയണ്ടേ, അമ്മാവണ്ടി എന്നൊക്കെ പറയും, അതുപോലെ റോളർ പോലെയുള്ള വണ്ടി കൊണ്ടുവന്നിട്ട്
ഈ കുപ്പിയുടെ മേലോട്ട് കേരളത്തിൽ വണ്ടി കയറ്റി ചില്ലെല്ലാം പൊട്ടി. ഒന്ന് നോട്ട് 1 or 2 എൻ്റെ ഉള്ളു, ഒരുപാടുണ്ട്. എന്നിട്ട് ഈ ഗ്ലാസ് പീസസ് സ്മോൾ പീസസ് ഉണ്ട്. സ്മോൾ പീസസ് എല്ലാം JCBക്ക് ഇതുകൊണ്ട് വേറെ വണ്ടിയായിട്ട് ടിപ്പറിൽ ഇതുപോലെ ലാൻഡ് ഫില്ലിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും മണ്ണിന്റെ പുറകെ ആഴത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, കാരണം അതിന് മേളിലേക്ക് പിന്നെ നല്ല മണ്ണ് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം, ഒന്നിനും കുഴപ്പമില്ല. കുറെ ഡീപ്പിൽ താഴത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, compressed and spread in layers inside it. When filled, the landfill is covered by soil to prevent bad smell and insect menace. അത് ഫില്ലാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നല്ല മണ്ണിട്ട് മൂടും. അതുകൊണ്ട് പിന്നെ എന്റെയൊക്കെ വീടിനടുത്ത് ഞാനൊക്കെ എന്താ ചെയ്തെന്ന് വെച്ചാല്, I used to collect the plastic covers and all in a sack. We have one sack, and we never used to throw any plastic items outside, means to on our land or to our neighbors' place and all. അയൽവക്കത്തുകാരുടെ പറമ്പിലേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഞങ്ങൾ ഒരു തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ഐറ്റവും ഞങ്ങൾ കളയാറില്ല. The items which we can burn, like papers and all, I will burn in stove, gas itself, stored gas in the charcoal stove. അതായത് അടുപ്പില് തീ കത്തിക്കുന്ന അടുപ്പില് ചോറൊക്കെ വെക്കുന്നത് ആ അടുപ്പിലിട്ട് പേപ്പറൊക്കെ, ഇപ്പൊ കടയിലൊക്കെ പോയിട്ട് വരുമ്പോൾ പച്ചക്കറിയൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്ന മിക്കവാറും പേപ്പറിലാണ്. ആ പേപ്പർ അടുപ്പില് നമ്മൾ തീ കത്തിക്കുന്ന കൂട്ടത്തിലിട്ട് കത്തിക്കും. അതിനുശേഷം ഇപ്പം ഫിഷ് ഒക്കെ വാങ്ങുമ്പോൾ മോസ്റ്റ്ലി ഞാൻ എന്റെ വീടിനടുത്ത് തന്നെ പാത്രം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. ആ പാത്രത്തിൽ തന്നെ വാങ്ങും. ഇപ്പൊ ദൂര സ്ഥലത്തു നിന്നൊക്കെ വാങ്ങുന്നെങ്കിൽ നമുക്ക് പാത്രം കൊണ്ടുപോകാൻ നടക്കില്ല. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കൂടിനകത്ത് എന്തായാലും വാങ്ങുന്നത്. So that plastic cover cannot be used afterwards. So what I will do is that plastic covers and all, I will deposit all those plastic covers in a sack. ഒരു വലിയ ചാക്ക് വെച്ചിട്ടുണ്ട്. ആ ചാക്കിനകത്തിടും ഈ പറയുന്ന തുണിയുടെ വേസ്റ്റ്, അങ്ങനെ എന്ത് വേസ്റ്റ് ഉണ്ടായാലും നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഏത് തരത്തിലുള്ള വേസ്റ്റുകളും പാട്ടയൊക്കെ പൊട്ടിയതും അങ്ങനെ എല്ലാം കൊണ്ട് ചാക്കിനകത്ത് സൂക്ഷിച്ചു വെക്കും. When this sack is filled or almost when it is going to fill, what I will do is we have a dry well near our house, not in our land. Some persons, not ours, another person's land, there is a dry well. Dry well എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളമില്ലാത്ത കിണർ, പൊട്ടക്കിണർ എന്ന് പറയുന്നത്. Nobody can use that because there is no water in that. And all our neighbors are putting that waste and all in that well. ആ കുഴിക്ക്, ആ വലിയൊരു ആഴത്തിലുള്ള കിണറാണ്, വെള്ളമില്ലാത്ത വെറുതെ കിടക്കുന്നതാ. ആ കിണറ്റിലേക്ക് ഞങ്ങള് ഈ വേസ്റ്റ് കൊണ്ടിടുന്നത്. അതായത് ഫുഡിന്റെ വേസ്റ്റോ അങ്ങനത്തെ യാതൊന്നും നമ്മൾ അവിടെ ഇടാറില്ല. അത് നമുക്ക് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ്. ഈ പറയുന്ന പ്ലാസ്റ്റിക്, മറ്റു മെറ്റീരിയൽസ്, മണ്ണിലേക്ക് അലിഞ്ഞു ചേരാത്ത വേസ്റ്റുകളൊക്കെ ഞങ്ങൾ ചാക്കിനകത്ത് ശേഖരിച്ചു. ഓരോരുത്തരും അവനവന്റെ വീട്ടിലൊരു ചാക്ക് വെച്ചിട്ട് അത് ഏകദേശം നിറയാറാകുമ്പോൾ നമ്മൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് ആ പൊട്ടക്കിണറ്റിൽ കൊണ്ടിടുന്നു. ഇപ്പൊ പൊട്ടക്കിണർ കുറെ വന്നേ. ഇപ്പൊ ഈ പറയുന്ന ലാൻഡ് ഫില്ലിന്റെ സെയിം മെത്തേഡ് ആയിട്ട് വരും അത്. എന്നിട്ട് ഇനിയിപ്പം അവിടെ പറമ്പ് 2 കിണറുണ്ട്. ഏകദേശം ഒരു കിണർ 1/4 ഭാഗത്തോളം ആയി. അയൽവക്കത്തെ എല്ലാവരുടെയും വേസ്റ്റ് അവിടെ കൊണ്ടിരുന്നത്. നോട്ട് ഓൺലി യാസ്, ഞങ്ങളുടെ നെയ്ബർ ഹൗസിലുള്ളവരെല്ലാം അവിടെ ഇടും. ആ വേസ്റ്റ് ഇടുന്ന ഇത് ഇപ്പൊ കിണർ ഏകദേശം സംവാട്ട് 3/4 ആയി, 1/4 ഭാഗത്തോളം ആയി. ഇപ്പൊ അവരവിടെ എന്ത് ചെയ്തു? വീട് പണിയാൻ വേണ്ടിയിട്ട് മണ്ണ് വലിച്ചു, നീക്കമൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോ ആ മണ്ണൊക്കെ എടുത്ത് ബാക്കിയൊക്കെ കിണർ ഫില്ല് ചെയ്തു. That well was not completely filled. കംപ്ലീറ്റ്ലി ആയിട്ടില്ലായിരുന്നു, പകുതി മുക്കാലും മിച്ചമായിരുന്നു. ഇപ്പൊ അവരതിനകത്ത് മണ്ണിട്ട് മൂടി. എന്നിട്ട് അവരവിടെ കുറെ എന്തൊക്കെയോ പച്ചക്കറികൾ നട്ടു. അടിയിൽ ഏറ്റവും അടിയിൽ എന്താ ഉള്ളേ? ഈ നാട്ടിലുള്ളവരുടെ എല്ലാം വേസ്റ്റ് പേപ്പേഴ്സ് മീൻസ് പ്ലാസ്റ്റിക്സ് ആണ് ഉള്ളത്. പക്ഷെ they have put a lot of soil there, so they can cultivate anything there, any vegetables or flower plant and എന്ത് വേണമെങ്കിലും അവർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും. കാരണം നല്ല മണ്ണാണ് ഇപ്പൊ മേളിൽ കിടക്കുന്നത്. ഓക്കെ, ലൈക്ക് ദാറ്റ് വേ. ഇനി എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്? We have to keep some points in our mind. That is, a landfill is constructed far away from the residential and agricultural areas. So ഇത് നമുക്കൊക്കെ വീടുകളിൽ അത്രയ്ക്ക് വേസ്റ്റ് വരും. നമ്മളിപ്പോ വീഡിയോ കണ്ടത് they carry the waste in a big vehicles and all. വലിയ വെഹിക്കിളിലാണ് അവർ വേസ്റ്റ് കൊണ്ടുവരുന്നത്. അതുപോലെ ഒന്നും വേസ്റ്റ് ഇല്ല. നമുക്ക് 1 മാസം 2 മാസം കൂടുമ്പോഴാണ് നമ്മുടെ ഒരു ചാക്ക് നിറയുന്നത്. ചാക്ക് നിറയത്തൊന്നുമില്ല, എന്നാലും നമ്മൾ കളയാൻ കൊണ്ടുപോകുന്നത്. അത്രയൊക്കെ വേസ്റ്റ് നമുക്ക് വരുന്നുള്ളൂ അല്ലെ? പിന്നെ
ഇവിടെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. സോ അത് പറയുന്നത്, അതുകൊണ്ട് അവർ പറയുന്നത് we should landfill constructed should be constructed far away from residential area. Residential area means where the people are living and agriculture areas. റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൾക്കാരൊക്കെ താമസിക്കുന്ന ആ സ്ഥലത്തു നിന്നും കുറെ ദൂരെ മാറിയിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ലാൻഡ് ഫിൽ കൺസ്ട്രക്ഷൻ നടത്താവുകയുള്ളൂ. While choosing the site for a landfill, riverside areas and wetlands are avoided. Okay, next point. When we select an area for constructing the landfill, we should not select the riverside as well. Riverside or next one is wetlands. Why we should not choose the place near the river or wetland and all? എന്താ നമ്മള് ഈ ലാൻഡ് ഫില്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഏരിയ കണ്ടെത്തുമ്പോൾ, സ്ഥലം കണ്ടെത്തുമ്പോൾ പുഴയുടെ അടുത്തോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ സോഴ്സിന്റെ അടുത്തോട്ട് നമ്മൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ബിക്കോസ് അത് ക്രമേണ നമ്മുടെ ഈ വെള്ളത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ? സോ വി ഷുഡ് നോട്ട്, നമ്മൾ അതിനെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? പുഴയുടെ തീരത്തേക്ക് എത്തിക്കാൻ പാടില്ല. പുഴയുടെ തീരത്തേക്ക് എത്തിച്ചാൽ ക്രമേണ അത് ആ പുഴയിലെ വെള്ളത്തിലേക്ക് അതിന്റെ ഇഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, മോസ്റ്റ്ലി ദ ഏരിയ ഓഫ് ലാൻഡ്ഫിൽ ഈസ് യൂസ്ഡ് ആസ് എ പാർക്ക് ഓർ സ്റ്റോർ ഹൗസ്. ഓക്കെ, അതിന് ശേഷം ഈ സ്ഥലം വല്ല പാർക്കായിട്ടോ അല്ലെങ്കിൽ സ്റ്റോർ ഹൗസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. കാരണം അടിയിലാണ് ഈ സാധനങ്ങൾ കിടക്കുന്നത്, മേളിൽ മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് അല്ലെ? Okay, next, the groundwater around the landfill should be protected from the contamination. Okay, if there is a landfill, Grace, what are you writing now? എന്താ എഴുതുന്നേ മോളെ? Did your mummy come back? No. Okay. Okay, so if there is a landfill near it, we should be very careful that underground water should not flow from that area to the well or somewhere. അതായത് നമ്മൾ കുടിവെള്ളം എടുക്കുന്ന കിണറിന്റെ ഒക്കെ അടുത്തൊക്കെ ഉള്ളതാണെന്നൊരിക്കൽ ആ വെള്ളം അങ്ങോട്ട് ഒഴുകി എത്താത്ത രീതിയിൽ വേണം നമ്മൾ ലാൻഡ് ഫിൽ ഉണ്ടാക്കാൻ. കാരണം നമുക്കറിയാം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കും, ആ ആഴത്തിലും ഒക്കെ ഉറവുകൾ ഉണ്ടാകും. ഈ ഉറവയെല്ലാം ഒഴുകി നമ്മുടെ കിണറ്റിലേക്ക് വരും അല്ലെ? ആൻഡ് the waste that we have put there will be mixed with that. മിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിമെന്റും അങ്ങനെയൊക്കെ ഉള്ളത് വരികയല്ലേ അതിനകത്ത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ വെള്ളവുമായിട്ട് മിക്സ് ആകാൻ സാധ്യതയുണ്ട്. സോ we should not do like that. So what are the points that we should be very careful in case of constructing a landfill? First one, we should construct the landfill away from a residential area. ആൾക്കാർ താമസിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ദൂരെ മാറി വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാൻഡ് ഫില്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ്, നമ്മൾ ലാൻഡ് ഫില്ല് സെലക്ട് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് നോട്ട് സെലക്ട് എ പ്ലേസ് നിയർ ദ റിവർ ഓർ വെറ്റ്ലാൻഡ്. കിണറിന്റെയോ അല്ലെങ്കിൽ റിവറിന്റെയോ ഭാഗത്ത് അടുത്തായിട്ട് നമ്മൾ ഒരിക്കലും ഈ ലാൻഡ് ഫില്ല് കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. Next, mostly the area of landfill is used as a park or store house. അപ്പൊ ഇത് പിന്നെ നമ്മൾ കൂടുതൽ വല്ല പാർക്കായിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ, അങ്ങനെയൊക്കെ കാരണം യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ കൃഷിയൊക്കെ ചെയ്യാമെങ്കിൽ, ചെറിയ രീതിയിൽ കൃഷി ചെയ്യാമെങ്കിൽ പോലും അതിനേക്കാൾ ബെറ്റർ പാർക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റു ദോഷങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് കളിക്കേണ്ടവർക്കൊക്കെ അവിടെ വന്ന് കളിക്കാം, ബീച്ചിലൊക്കെ വന്നിരിക്കുന്ന പോലെ ഇരിക്കാം അല്ലെ, പാർക്കിലൊക്കെ. Next, it should not affect the underground. Underground around the landfill should be protected from the contamination. അതായത് ഇത് അങ്ങോട്ട് മിക്സ് ആകാതെ നമ്മൾ നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ്, conserving natural resources. We will continue in the next class because അതിനിപ്പോ അത്ര സമയമുള്ളൂ, നമുക്ക് സമയം തികയത്തില്ല. Okay, shall we wind up it? Shall we stop? Okay, bye then.